ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വിത്ത് കൃഷിത്തോട്ടമായ പോത്തുകൽ മുണ്ടേരി സംസ്ഥാന വിത്ത് കൃഷിത്തോട്ടത്തിലൂടെ പ്രകൃതിയോട് ഇഴകിച്ചേർന്ന് നടക്കുവാൻ ഒരു സുവർണാവസരമൊരുങ്ങുന്നു. ഫാമിൽ നടക്കുന്ന നിറവ് 2025 കാർഷിക പ്രദർശന വിപണന മേളയിലൂടെ ഭാഗമായി ട്രക്കിംഗ് ഞായറാഴ്ച ആരംഭിക്കും. ഫാമിലെ വൈവിധ്യമാർന്ന കാഴ്ചകളും കണ്ട് 5 കിലോമീറ്ററോളം നടക്കുവാൻ അവസരമൊരുക്കുന്നുമുണ്ട്. ഫാമിനുള്ളിലൂടെ കൃഷികൾക്കിടയിലൂടെ പ്രകൃതിയോടലിഞ്ഞ് 5 കിലോമീറ്റർ കാൽനടയാത്രയാണ് സജ്ജമാക്കിയിട്ടുള്ളത്. വൈവിധ്യമാർന്ന കാഴ്ചകൾ കാണുവാനാകും. ട്രക്കിങ്ങിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടണമെന്ന് ഫാം അധികൃതർ അറിയിച്ചു. തൈകളുടെ പ്രദർശനവും വിൽപ്പനയും ലക്ഷ്യമിട്ട് 3 ദിവസം നീണ്ടുനിന്ന ഫാം ഡേ നിറവ് 24 വൻ വിജയമായിരുന്നു. തുടർന്നാണ് നിറവ് 2025 ആരംഭിച്ചത്. കൃഷിത്തോട്ടത്തെ വിനോദസഞ്ചാര കേന്ദ്രമാക്കിയും മാറ്റിയിരിക്കുകയാണിപ്പോൾ. വിവിധ ഏജൻസികളുടെ പ്രദർശന സ്റ്റാളുകൾ, നടീൽ വസ്തുക്കളുടെ വിൽപ്പന കേന്ദ്രം, കാർഷിക യന്ത്രങ്ങളുടെ സ്റ്റാളുകൾ, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ, ട്രക്കിംഗ്, വാഹന സഫാരി, കുതിരസവാരി, സെൽഫി കോർണർ, ഫുഡ് ഫെസ്റ്റ്, കാർണിവൽ, മനോഹരമായ പൂന്തോട്ടം എന്നിവയെല്ലാമാണ് നിറവ് 2025 സന്ദർശകരെ ആകർഷിക്കുന്നത്. വിസ്മയമായ കാഴ്ചകൾ ഒരുക്കിയ മേള ജനുവരി 3 വരെ നീണ്ടു നിൽക്കും. 1980 സാഡു സ്കീമിൽ 529 ഹെക്ടറിൽ ആരംഭിച്ച സംസ്ഥാനത്തെ 10 ഫാമിലൊന്നാണ് മുണ്ടേരി കൃഷി ഫാം. ചാലിയാർ പുഴയുടെ തീരത്ത് ഫാമിന് 2019 പ്രളയത്തിൽ കോടികളുടെ നഷ്ടമാണ് സംഭവിച്ചത്. കാർഷിക മേഖലയിൽ വൈവിധ്യവൽക്കരണവും മികച്ച ആസൂത്രണങ്ങളും ആവിഷ്കരിച്ചതോടെ ഫാം പ്രളയത്തെ അതിജീവിക്കുകയാണ്. തെങ്ങുകൃഷി മാത്രമുണ്ടായിരുന്ന തോട്ടത്തെ വിദേശ ഇനങ്ങൾ ഉൾപ്പെടെ നിരവധി പഴവർഗ ഔഷധ ചെടികളുടെ കലവറയാക്കി. ജില്ലയിലേക്ക് ആവശ്യമായ വിത്തിനങ്ങളുടെ ഉൽപ്പാദന കേന്ദ്രമാക്കിയും മാറ്റി. പഴവർഗ്ഗങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പാനീയങ്ങൾക്ക് ഓൺലൈൻ വ്യാപാരവും തുടങ്ങി. സംസ്ഥാന കൃഷി വകുപ്പ് നബാർഡിന്റെ ഫണ്ട് ഉപയോഗിച്ച് 25ഓളം പദ്ധതികളാണ് ഫാമിൽ നടപ്പാക്കുന്നത്. കാട്ടാന മേഞ്ഞിരുന്ന തോട്ടത്തിന് ചുറ്റും തൂക്കുവേലിയും വൈദ്യുതി വേലിയും സ്ഥാപിച്ചു. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൃഷി വ്യാപിപ്പിച്ചു. വിദേശ ഇനം പഴച്ചെടികളും ഔഷധ സസ്യങ്ങളും തോട്ടത്തിൽ നിറഞ്ഞു. കാർഷിക പരിശീലന പദ്ധതികളും നടപ്പാക്കി. മുണ്ടേരി വിത്ത് കൃഷിത്തോട്ടത്തെ ജനകീയമാക്കാൻ ജീവനക്കാരും തൊഴിലാളികളും പ്രയത്നിച്ചു. ഉത്തരേന്ത്യയിൽ ധാന്യമായി ഉപയോഗിച്ചു വരുന്ന ബജ്റ കൃഷിരീതി ആദ്യമായി ഫാമിൽ പരീക്ഷിച്ച് വിജയിച്ചതും മുണ്ടേരിയിലാണ്. ന്യൂസ് ത്രെഡ് 24 പോത്തുകൽ.